വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ ഗൈസ്, നമുക്കിന്ന് തമ്മിലിൽ കണ്ടതുപോലെ വളരെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേക്കാം, അതിനെന്തൊക്കെ ആവശ്യമെന്ന് നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതെ ഗൈസ്, നമുക്കിന്ന് നമ്മുടെ റാഗി ഉണ്ടല്ലോ, ഞാൻ മുഴുവൻ റാഗിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 മണിക്കൂർ കഴുകി സോക്ക് ചെയ്ത് വെച്ചത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് അതിനൊന്ന് അരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാല് എടുത്ത് ഞാനതൊരു ചരുവത്തിലേക്ക്, നമുക്ക് വേവിക്കേണ്ട ചരുവത്തിലേക്ക് ഒഴിച്ച് കൈവിടാതെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കിണ്ടി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കും, അടിയിലും പിടിക്കും കേട്ടോ കേസ്. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് റാഗി പൗഡർ ആണെങ്കിൽ 1 സ്പൂൺ റാഗി പൗഡർ എടുത്ത് ഒരു 2 ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ മിൽക്കിലോ മിക്സ് ചെയ്ത് നിങ്ങൾക്കൊരു 2 ഗ്ലാസ്സിന് അത്രയൊക്കെ തന്നെ ധാരാളമായിരിക്കും. നിങ്ങൾക്കിതുപോലെ ചെയ്തെടുക്കാം. അതെല്ലാം മുഴുവൻ റാഗിയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. റാഗിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കയറി നോക്കാം. എല്ലാവരും ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ഹൈ ഫൈബറാണ്. അപ്പോൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്കൊക്കെ ഇത് വളരെ ബെനിഫിറ്റ്സാണ്. രാത്രി ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കിടന്നാലും അത്രയും വളരെ നല്ലതാണ്. ദഹനത്തിനൊക്കെ മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് കഴിവ് റാഗിക്കുണ്ട്. ഞാൻ പിന്നെ ആഡ് ചെയ്ത് കുറച്ച് മിൽക്കാണ്, ഒരു 1/4 ഗ്ലാസ് പോലും വേണ്ടി വരില്ല. കാരണം ഞാൻ പാൽ ഒരുപാട് ആഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇക്കാക്ക് മിൽക്ക് ഇഷ്ടമില്ല ഗായ്സ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരല്പം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ വെള്ളം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് പാലിൽ മിക്സ് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിൽ ബാലൻസ് ചെയ്ത ഉപ്പാണ്, ഒരു ഇച്ചിരി ഉപ്പാണ് ഞാനിട്ട് ബാലൻസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മധുരമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ശർക്കരയോ കരിപ്പെട്ടിയോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് നിങ്ങൾക്ക് മധുരം ബാലൻസ് ചെയ്തെടുക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരമാക്കി എടുക്കാം, ഉപ്പുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഉപ്പാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതിൽ വേറെ പരിപാടികളൊന്നുമില്ല. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയും വളരെ ഈസിയുമാണിത്. നമ്മുടെ റാഗി മിൽക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല കേട്ടോ ഗൈസ്. നിങ്ങൾ കൈവിടാതെ ഇത് ഇളക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ റാഗി ഈ വൈറ്റ് കളറിലിരിക്കുന്നതെന്ന്. അത് ഞാൻ പറഞ്ഞു തരാം. നമ്മളെ മുഴുവൻ റാഗി ആയതുകൊണ്ടാണ് ഇത്. നമ്മളിതിൻ്റെ തവിട് അരിച്ചെടുത്തല്ലോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിഞ്ഞ. ഒരു ഇച്ചിരി ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മധുരത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഏലക്കപ്പൊടി ചേർക്കണം കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ റാഗി മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതത് സെർവ് ചെയ്യാം. ഞാൻ കുടിച്ചു ഗൈസ്, വളരെ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൈസ്, എന്തുകൊണ്ടാണ് ഇത് വെള്ള കളറിലും റാഗി പൗഡർ എന്തുകൊണ്ടാണ് റെഡ് കളർ ഇരിക്കുന്നതെന്ന് അതിൻ്റെ ഇത് നിങ്ങളെ കാണിക്കാം. ഇതേ കണ്ടോ ഗൈസ്, ഇത് നമ്മൾ തവിട് കളഞ്ഞുകൊണ്ട് വെള്ള കളറിലാണ്, മറ്റത് റെഡ് കളറിലിരിക്കുന്നു. കണ്ടോ? ഇത്രയേ ഉള്ളേ.